എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡയറക്റ്റ് സോളാർ ഇൻവെർട്ടർ ചേഞ്ച് ഓവർ സ്വിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ചേഞ്ച് ഓവർ സ്വിച്ച് മാനുവൽ ആയിട്ടുള്ളതാണ്. അതായത് MCB ടൈപ്പുള്ള ചേഞ്ച് ഓവർ സ്വിച്ച് ആയിരുന്നു. അത് നമുക്കിപ്പോൾ റിലേ സ്വിച്ച് വഴി ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ പ്രധാനമായിട്ടും ഒരു റിലേ സ്വിച്ചും ഒരു SMPS ബോർഡുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ഭാഗം ഈ റിലേ സ്വിച്ച് ആണ്. അപ്പോൾ റിലേ സ്വിച്ച് തക്കുമി എന്ന ബ്രാൻഡുള്ള റിലേ സ്വിച്ച് ആണ്. അതിന്റെ കോയിൽ വോൾട്ട് 12 ആണ്. ഇതിന്റെ ആംബിയർ റേറ്റിംഗ് 80 ആണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സിംഗിൾ സെക്ഷൻ അല്ല, ഇത് ഡബിൾ സെക്ഷൻ ആണ്. ഡബിൾ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോമൺ പോളും ഈ 2 സബ് പോളുകളുമാണ്. അപ്പോൾ ടോട്ടലി 6 കണക്ടർ പോയിന്റ് ഉണ്ടാവും. സാധാരണ നമ്മൾ നോർമലി ഇൻവെർട്ടറിലൊക്കെ വെക്കുന്നത് സിംഗിൾ കോണ്ടാക്ട് ഉള്ള റിലേ സ്വിച്ച് ആണ്. അതിൽ ഒരു കോമൺ പോളും 2 സബ് പോളും. അപ്പോൾ ഇതിന് നമുക്ക് അതേപോലെ ഒരു സെക്ഷനും കൂടി വേണം. അതുകൊണ്ടാണ് ഇത് ഡബിൾ സെക്ഷൻ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൽ ഡബിൾ സെക്ഷനിൽ ഒരു സെക്ഷനിൽ ഫേസ്, ഒരു സെക്ഷനിൽ ന്യൂട്രൽ, അങ്ങനെയാണ് 2 ലൈൻ ഇതിലൂടെ പോകുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു SMPS സർക്യൂട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് വഴിയാണ് ഇതിലോട്ട് പവർ വരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാറിൽ ആവശ്യമായ വോൾട്ടേജ് വരുമ്പോൾ ഈ പവർ സപ്ലൈ ഓൺ ആകുകയും ഈ റിലേ സ്വിച്ച് കോൺടാക്ട് ആകുകയും സോളാർ ഇൻവെർട്ടർ വഴി ഔട്ട്പുട്ട് പോവുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ സോളാർ ഔട്ട് ആകുമ്പോൾ, അതായത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ പവർ സപ്ലൈയിലോട്ടുള്ള വോൾട്ടേജ് കുറഞ്ഞ് ഈ പവർ സപ്ലൈ ഓഫ് ആകുന്നു. ഓഫ് ആകുമ്പോൾ ഈ റിലേ കോണ്ടാക്ട് വിട്ടിട്ട് NCയിലോട്ട് പോകുന്നു. അതായത് നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള പൊസിഷനിലോട്ട് പോകുന്നു. അപ്പോൾ ഇതിനൊരു കോമൺ ബോളും ഒരെണ്ണം നോർമലി ക്ലോസ്ഡ്, ഒരെണ്ണം നോർമലി ഓപ്പൺഡ്. നോർമലി ഓപ്പൺഡ് എന്ന് പറഞ്ഞ പൊസിഷനിലാണ് നമ്മളിവിടെ ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. അടുത്ത സെക്ഷനായ നോർമലി ക്ലോസ്ഡ് ആയ ഭാഗത്തോട്ട് KCBയുടെ ലൈനും കൊടുക്കുന്നു. ഇതിന്റെ കോമൺ ബോൾ ലോഡിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ലോഡിലോട്ട് കൊടുക്കുന്നതിൽ നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് KCBയുടെ കറണ്ട് കിട്ടും. അതായത് നൈറ്റിൽ മുഴുവനും KCBയുടെ കറണ്ട് ഡയറക്റ്റ് കിട്ടുകയും നേരം വെളുത്ത് സോളാർ വരുമ്പോഴത്തേക്കും ഈ റിലേ പിടിച്ചിട്ട് നോർമലി ഓപ്പൺഡ് സെക്ഷനിലോട്ട് പോയിട്ട് ഇത് ഇൻവെർട്ടർ വഴിയുള്ള ഔട്ട്പുട്ട് ലോഡിലോട്ട് പോവുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഇതിൽ 6 ടെർമിനലുള്ള കണക്ടറാണ് വെച്ചിരിക്കുന്നത്. HT കണക്ടറാണ്. അപ്പോൾ നമ്മൾ ഇതിൽ 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷൻ ന്യൂട്രൽ ലൈൻ, അത് ഇൻപുട്ട് തന്നെയാണ്. ഇൻപുട്ട് ഫ്രം ഇൻവെർട്ടർ ആണ്. ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ഔട്ടാണ് ഇതിലോട്ട് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് വരുന്നത് KCBയിൽ നിന്ന് വരുന്ന ഇൻപുട്ടാണ്. KCBയുടെ സപ്ലൈ ഇതിലോട്ട് കൊടുക്കുക. പിന്നെ അടുത്തത് വരുന്നത് ലോഡാണ്. ഇതിലോട്ടാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലോഡിലോട്ട് കൊടുക്കുന്നത് ഈ 2 സെക്ഷനും മാറി മാറി ട്രിഗർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ലോഡ് 2 പൊസിഷനിലായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പവർ സപ്ലൈ ഇതിനു മുമ്പ് ഇതിന്റെ PCB ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കാണിച്ച സെയിം പവർ സപ്ലൈ ആണ്. അപ്പോൾ ഈ പവർ സപ്ലൈയിലോട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ് സോളാറിന്റെ ഇൻപുട്ടിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിലേ വർക്ക് ചെയ്യാൻ 12 വോൾട്ടാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇൻപുട്ട് 400 വോൾട്ട് വരെ കൊടുക്കാവുന്ന SMPS ആണ്. അപ്പോൾ ആ ഇൻപുട്ടിലോട്ട് സോളാർ വോൾട്ട് വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വോൾട്ടേജ് ആകുമ്പോൾ ഇൻപുട്ട് ഓൺ ആക്കിയിട്ട് റിലേ സ്വിച്ചിനെ കോൺടാക്ട് ആക്കി വിടുന്നു. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചേഞ്ച് ഓവർ സ്വിച്ചിനെ കുറിച്ച് പറയാനുള്ളത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.